on 16th October to commemorate the date of founding of the United Nations Food and Agriculture Organization in 1945. World Food Day is celebrated to appreciate the amazing food we eat, but also to tackle world hunger. The day is celebrated annually by 150 countries around the world to put an end to world hunger. In the view of COVID pandemic, this year the World Food Day is celebrated with the theme Safe Food Now for a Healthy Tomorrow. Let's join our hands together for eliminating hunger. Our school too is the part of this. Dear Geminites, now it's time to begin our cultural programs. Here we go. Let's enjoy. നമസ്കാരം, എൻ്റെ പേര് ഫെബാസലി. ഞാൻ ജീവൻ ജ്യോതി പബ്ലിക് സ്കൂളിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഇന്നോടെ പറയാൻ പോകുന്നത് ലോക ഭക്ഷ്യദിനത്തെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഈ ദിവസം ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. 1979 മുതലാണ് ഈ ദിനാഘോഷം ആരംഭിച്ചത്. മനുഷ്യന് വെള്ളവും വായുവും പോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ലോക ജനതയിൽ ഒരു വിഭാഗം വിശപ്പകറ്റാനായി പാടുപെടുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് പുതിയ ഭക്ഷണ രീതികൾ സൃഷ്ടിച്ച ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. മിച്ച ഭക്ഷണം ചവിട്ടുകുട്ടയിൽ വലിച്ചെറിയും മുമ്പ് വിശപ്പകറ്റാനായി കഷ്ടപ്പെടുന്ന ജനതയെ നാം ഓർക്കണം. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വിളമ്പി കഴിക്കുക. ബാക്കി ഭക്ഷണം ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർക്ക് നൽകുക. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ പുണ്യപ്രവൃത്തി വേറെയില്ല. പോഷകാംശമില്ലാത്ത ഭക്ഷണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണകൂടം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പോഷകാംശമുള്ള ഭക്ഷണം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പട്ടിണിരഹിത സമൂഹം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കാം. അതിനായി നമ്മൾക്ക് കൈകൾ കോർക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു. Grow, nourish and sustain together. Dear beloved students, 16th October is observed as World Food Day. It marks the founding of Food and Agricultural Organization (FAO). This day raises an awareness about the importance of nutritious food and the means to tackle global hunger across the world. Man would be able to survive without cloth and shelter, but not without food. Over 2 billion people in the world do not have regular access to safe, nutritious and sufficient food. Nirmala Sitharam, our finance minister, announced the program called Mission Portion 2.0, aimed to eradicate malnutrition in its root. The school children are also invited to partake this initiative, creating an awareness in them by sharing little acts of nutritious food to the poor children and their family. Mahatma Gandhi once said, "There are people in the world so hungry that God cannot appear to them except in the form of food." Dear students, on this World Food Day, let us promise ourselves to never waste food and to share the food with the hungry, making a difference with a small action. I wholeheartedly congratulate all the students who were generous to share the food with the poor. May God bless your generosity. ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളീയ സദ്യയാണ്.
തൂഷനിലയിട്ടാണ് സദ്യ വിളമ്പുന്നത്. സദ്യയിൽ വിഭവങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. 6 രസങ്ങൾ അടങ്ങിയിരിക്കുന്നതാവണം സദ്യ. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ്. ഇനി നമുക്ക് വിഭവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉപ്പേരി, കായ വറുത്തത്, പഴം, പപ്പടം, പുളിയിഞ്ചി, അച്ചാറ്, പച്ചടി, കിച്ചടി, ഓലൻ, കൂട്ടുകറി, അവിയൽ, കാളൻ, ചോറ്, പരിപ്പ്, നെയ്യ്, സാമ്പാർ. ചോറ് കഴിച്ചതിന് ശേഷം പായസം വിളമ്പുന്നു. അതിനുശേഷം മോര്, രസം. സദ്യ ഒരു സംസ്കൃത ആഹാരമാണ്. എല്ലാത്തരം പച്ചക്കറികളിൽ നിന്നും ഉള്ള പോഷകങ്ങൾ സദ്യയിൽ ലഭിക്കുന്നു. തളിരിലയിൽ ചോറ് വിളമ്പുമ്പോൾ ഇലയിലെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നു. അടുത്ത തലമുറയുടെ ആരോഗ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേരളീയ സദ്യ തയ്യാറാക്കുന്നത്. 10-60 കൊല്ലായി എന്താ കാര്യം? ഒന്നിനൊരു വിലയില്ല. ഓണം വന്നാലും വിഷു വന്നാലും എന്താ കാര്യം? Good morning to all. I am Elena and Sophie. Today is World Food Day. Conserve food, save life. Thank you. അവിയല് വെക്കാം, തോരനും വെക്കാം, സാമ്പാറുണ്ടാക്കാം, പുളിശ്ശേരി വെക്കാം, ചമ്മന്തി വെക്കാം, കറികൾ ഉണ്ടാക്കാം. വെള്ളരിങ്ങ, നല്ല വെള്ളരിങ്ങ അവിയൽ വെക്കാൻ ഞാൻ വേണം. മോര് കറിക്കും ഞാൻ വേണം, മോര് കറിക്കും ഞാൻ വേണം. ആരവിടെ? ഞാനിവിടെ. മത്തങ്ങ തനിയൻ ഞാൻ. എരിശ്ശേരിക്കും ഞാൻ വേണം, എരിശ്ശേരിക്കും ഞാൻ വേണം. സാമ്പാറിന് ഞാൻ വേണം, ഉപ്പേരിക്കും ഞാൻ വേണം. വെണ്ടയ്ക്ക കുഞ്ഞൻ ഞാൻ, വെണ്ടയ്ക്ക കുഞ്ഞൻ ഞാൻ. സാമ്പാറിന് ഞാൻ വേണം, അവിയലിന് ഞാൻ വേണം. ഞാനാണല്ലോ പൊക്കക്കാരൻ, മുന്നേക്കോളൻ പേര്. ഹിഷി മുളകനാൻ, അമ്പതമ്പം മുളകനാൻ. എന്നെ തൊട്ടാൽ കരയിക്കും ഞാൻ, എല്ലാവരെയും കരയിക്കും ഞാൻ. കരയിക്കാൻ ഞാനുമുണ്ട്, എന്റെ പേര് സവോള. സാമ്പാറിന് ഞാൻ വേണം, പല പല കറികൾ ഞാൻ വേണം. എന്നെ തൊട്ടാൽ കരയിക്കും ഞാൻ. പാവയ്ക്കയാണു ഞാൻ കൂട്ടുകാരെ, തോരനുണ്ടാക്കുവാൻ എന്നെ വേണം. കൈപ്പാണെങ്കിലും എന്നെ തിന്നാൽ ആരോഗ്യം നിങ്ങൾക്കുണ്ടാകും, ആരോഗ്യം നിങ്ങൾക്കുണ്ടാകും. From second C, let's sing an action song. What are healthy food? Let's find out. Healthy food, who are you? I am the one that is good for you. I make you grow tall and strong. I give you energy all day long. What are junk food? Let's ask about it. Junk food, who are you? I am the one that is bad for you. I make you weak and very sick. You become lazy and I'm no more quick. Once again, please. Healthy food, who are you? I am the one that is good for you. For you.
I make you grow tall and strong. I give you energy all day long. Junk food, who are you? I am the one that's bad for you. I make you weak and very weak. You can lazy and then no more cake. Thank you. Good morning to all. Today is World Food Day. Food is energy, make body strong. Fast food not healthy. Don't waste food. Greetings to all. I am Amelia Johnson from class 2A. Today, I am going to tell you how junk food can harm your body and health. What are junk foods? Fast foods can also be known as junk foods. For example, pizzas, noodles, burgers, and french fries, and many more. I know you like to eat, even me. But remember, these kind of foods does not contain enough nutrients. Rather, it contains artificial colors, taste makers, additives, lots of sugars and fats. That is not good for our health. Eating junk foods once in a while is okay, but not every time. If you eat junk foods every time, it can cause a serious health issue like obesity, heart problems, liver problems, diabetes, and hypertension, and many more. So it's high time for us to say no to junk foods and a yes to healthy foods. Thank you and stay healthy. My name is Krishnajit CP. I am mango. I am a juicy fruit. I am a king of the fruit. ഹായ്, ഞാൻ ആദിൽ പ്രവീൺ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ബിയിൽ പഠിക്കുന്നു. ബനാന കൊണ്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ബനാനയുടെ തൊലിയൊക്കെ കളയാം. അപ്പോൾ അതാ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പഴത്തിന് നീളമുള്ള കഷ്ണമാക്കി എടുക്കണം. ഇതുപോലെ 4 മുറിച്ചെടുക്കുക.
അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ മിക്സ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എഗ്ഗ് ഉപയോഗിച്ചൊരു ബാറ്ററി തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കാം. പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഫ്ലവറിൽ മുക്കി, മുട്ടയിൽ മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുമ്പോൾ കോരി എടുക്കാം. ഇതൊരു ഹെൽത്തി ഫുഡാണ്. A very warm welcome to this World Food Day celebration conducted by second standard students. This day is celebrated all over the world on October 16 every year, which marks the creation of the Food and Agricultural Organization in 1945. Its headquarters is Rome. The World Food Day celebration promotes global awareness and action for those who suffer from hunger. While last year the World Food Day theme was Grow, Nourish, Sustain Together. So dear children, the World Food Day celebration remains that the scarcity of food is not only a problem in other countries. In India too, many people are living without food. So food is very precious and do not waste food. So during this day, I think one of the best ways